പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നു എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മിനിറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നു. ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇറാൻ ഒമാൻ വിദേശകാര്യമന്ത്രിമാർ ഫോണിൽ സംസാരിച്ചു. സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്ന സംഭാഷണത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു എന്ന വിവരം വന്നിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ നേരിടുന്ന സുരേഷ് നൽകിയത്. ഇസ്രയേൽ അമേരിക്കൻ ആക്രമണമാണ് സാഹചര്യം മോശമാക്കിയത് എന്താണ് ഇറാന്റെ ഭാഗത്തുള്ള പ്രതികരണം. അതിനിടയിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിവരങ്ങൾ. രതീഷ്, ഇപ്പോൾ ഈ വരുന്ന വാർത്തയോട് നേരത്തെ നമ്മൾ പങ്കുവച്ച സുരേഷ് വെള്ളിമുറ്റം വ്യക്തമാക്കിയ ഒമാൻ ഒപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ നടത്തിയ ചർച്ചയുമായി കൃത്യമായി ബന്ധപ്പെടുത്താവുന്നതാണ്. കാരണം ഒമാനാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ കൃത്യമായ ഒരു മധ്യസ്ഥ ശ്രമത്തിന് ഇതുവരെ മുന്നോട്ട് ഇറങ്ങിയത്. ഇപ്പോൾ അവർക്കെതിരെ അവരുടെ കടൽ മേഖലയിൽ കപ്പലിനെതിരെ ആക്രമണം ഉണ്ടായിട്ട് പോലും വീണ്ടും ഒരു സമാധാന ദൗത്യം ഒമാൻ ഏറ്റെടുക്കുന്നുവെന്നാണ്. ഒരുപക്ഷെ ഒമാൻ തന്നെയാകാം ഈ അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് സാധ്യത എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടാവുക. അതായത് ഇറാനിലെ പുതിയ ഭരണകൂടം, നമുക്കറിയാം 3 പേരടങ്ങുന്ന പുതിയ താൽക്കാലിക ഭരണസമിതിയാണ് ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പുതിയ ഭരണസമിതി അമേരിക്കയുമായി ചർച്ച ആഗ്രഹിക്കുന്നു. അതിന് അമേരിക്ക തയ്യാറാണ് എന്നാണ് ട്രംപ് അറിയിച്ചത്. സ്വാഭാവികമായിട്ടും ഒമാൻ വഴി തന്നെയാകും ഇറാന്റെ ഈ പുതിയ ഭരണസമിതി അമേരിക്കയുമായി തങ്ങൾക്ക് ചർച്ച നടത്താൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടാവുക. അതിനോട് ഒരു അനുകൂല സമീപനം എടുത്തിരിക്കുന്നു അമേരിക്ക എന്നതും ഈ നിമിഷത്തിൽ, സത്യം പറഞ്ഞാൽ ഇന്നലെ മുതൽ നമ്മൾ കേൾക്കുന്ന എന്താകുമെന്ന ആശങ്കയ്ക്ക് ഇന്ന് ഈ നിമിഷം ഈ സെക്കൻഡിൽ തീർച്ചയായും ഒരു ആശ്വാസത്തിന്റെ ഒരു വാർത്ത തന്നെയാണ്. എന്താണ് ഇതിന്റെ ഫലം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ മുന്നോട്ട് പോക്കെന്ന് നമുക്കിപ്പോഴും അറിയില്ല. എങ്കിൽ പോലും ഒരു ചർച്ചയ്ക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നു ഇറാന്റെ പുതിയ ഭരണസമിതി. ഒപ്പം തന്നെ അതിന് തയ്യാറാണ്. അവരങ്ങനെ ഒരു ചർച്ചയ്ക്ക് താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്നു എന്നത് തീർച്ചയായും വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാവുന്ന ഒരു കാര്യമാണ്. മിസൈൽ ആക്രമണങ്ങളില്ലാത്ത, വെടിവെച്ചുകൾ അല്ലെങ്കിൽ സ്ഫോടന ശബ്ദങ്ങളില്ലാത്ത ഒരു ഗൾഫ് മേഖല എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതിലേക്ക് ഒരു പടി വയ്ക്കാൻ തീർച്ചയായും ഒമാന്റെ ഇടപെടൽ തന്നെയാകാം ഇതിന് വഴിതെളിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഇത്രയേറെ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഗൾഫ് മേഖല അതിശക്തരായ മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇങ്ങനെ ഒരു യുദ്ധാന്തരീക്ഷം നിലനിൽക്കെ ഒമാന്റെ കൃത്യമായ ഇടപെടലിലൂടെയാണ് ചർച്ച കൃത്യമായി മുന്നോട്ട് പോയില്ലെങ്കിലും രണ്ടുപേരെയും ഒരു ചർച്ചയിലേക്ക് എത്തിക്കുകയും അത് ഏറെ മുന്നോട്ട് പോകും. ജനുവരിയിൽ ആ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇടപെടൽ നടത്താൻ ഒമാന് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒമാന്റെ പരിധിയിൽ വരെ ഇറാന്റെ മിസൈലുകളുടെ ആക്രമണം ഉണ്ടായിട്ട് പോലും ഒമാൻ വിദേശകാര്യമന്ത്രി കൃത്യമായി ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കാനും അതുവഴി തന്നെയാകും സ്വാഭാവികമായിട്ടും ഇറാൻ ഭരണകൂടം ഒമാനെ അറിയിച്ചു. ഒമാൻ അത് കൃത്യമായി അമേരിക്കൻ ഭരണകൂടവുമായി ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാകണം ഇറാന്റെ പുതിയ ഭരണസമിതി. ഏറ്റവും നിർണായകമായ ഒരു വാർത്ത തന്നെയാണിത്. ഇറാന്റെ പുതിയ ഭരണസമിതി ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ചർച്ച വേണമെന്നാവശ്യപ്പെടുന്നു. ആ ആവശ്യത്തോട് അനുകൂല സമീപനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്നു എന്നത് യുദ്ധത്തിന്റെ തുടർച്ച എന്നത് അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. ഇതാണ് ഉദ്ദേശിക്കുന്നത് നടപ്പാക്കുക. തീർച്ചയായും ചർച്ചയിലൂടെയാണല്ലോ അവിടുത്തെ സാഹചര്യങ്ങൾ അനുകൂലമാക്കാൻ കഴിയുക. അങ്ങനെ വലിയൊരു സാധ്യത നിലനിൽക്കില്ല. അങ്ങനെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് അമേരിക്ക എത്തുകയല്ലേ? അല്ല, അമേരിക്ക ഇറാനെയും എത്തിച്ചു എന്ന് പറയാം. കാരണം നമുക്കറിയാം ഇറാന്റെ ഇത്രയും വലിയ സൈനിക ശക്തി ഉണ്ടായിട്ട് അവരുടെ പരമോന്നത നേതാവിനെ പോലും സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ വർഷമുണ്ടായ 12 ദിവസം നീണ്ടുനിന്ന ആ യുദ്ധത്തിനൊടുവിൽ പിന്നീട് നടന്ന ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നിലപാടിലെ യുദ്ധം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഏത് സമയത്തും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാനും അറിയാമായിരുന്നു. അത് അമേരിക്കൻ പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇറാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ആദ്യം ആക്രമിക്കുന്ന തരത്തിലേക്ക് മിസൈൽ വിന്യാസങ്ങളടക്കം സജ്ജമാക്കി അവർ കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് തങ്ങൾ നിർബന്ധിതരായത്. ഒപ്പം ഈ ചർച്ച ഫലം കാണുകയും ചെയ്തില്ല. തങ്ങൾ പരമാവധി സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചു. അതുണ്ടാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആക്രമണം നടത്തിയതാണ് ട്രംപ് ന്യായീകരണമായി പറഞ്ഞത്. പക്ഷേ ഇറാന്റെ ഭാഗത്തുനിന്ന് അവർക്ക് അവരുടെ പരമോന്നത നേതാവിനെയും അവരുടെ സൈനിക മേധാവികളെയും അവർക്ക് സംരക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ പുതിയ താൽക്കാലിക ഭരണസമിതി അധികാരത്തിൽ വരുമ്പോഴും ഖംനെയി കൊല്ലപ്പെട്ടതിൽ അല്ലെങ്കിൽ ഇറാനിൽ പുതിയൊരു ഭരണമാറ്റം, ഇപ്പോൾ നെതന്യാഹുവും ട്രംപും പറഞ്ഞ രതീഷൻ ശ്രദ്ധിച്ചതാണ്. അവർ എപ്പോഴും പറയുമ്പോൾ പ്രകടിപ്പിക്കുന്ന കാര്യം ഇറാനിലെ ജനങ്ങളോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇറാനിലെ ജനതയ്ക്ക് സമാധാനപൂർണ്ണമായ ജനാധിപത്യപരമായ ഒരു ഭരണ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു നാളെയിലേക്ക് വഴിമാറാനുള്ള ഏറ്റവും സുവർണ നിമിഷമാണ്, സുവർണ അവസരമാണ് ഇത്. അവിടുത്തെ ജനങ്ങളോടാണ് ഞങ്ങൾ
സംസാരിക്കുന്നത് എന്ന നിലപാടാണ് ട്രംപും നെതന്യാഹുവും എടുത്തത്. അതിനനുസരിച്ച് അവിടെ ഒരു വലിയ വിഭാഗം തീർച്ചയായും അത്തരത്തിലുള്ളൊരു നടപടിയിലേക്കോ പ്രതിഷേധത്തിലേക്കോ പോകുമെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെട്ടു വരികയായിരുന്നു. എന്നാൽ ഇറാന്റെ സൈന്യം പൂർണ്ണമായും ഖമനേയി അനുകൂല നിലപാടാണ് എടുത്തത്. പക്ഷേ പുതുതായി വരുന്ന ഭരണകൂടത്തിനോ അല്ലെങ്കിൽ തലവനോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ നേതാവിനോ ഏത് വിധേന ഇറാൻ സൈന്യത്തെയും ഇറാൻ എന്ന രാജ്യത്തെയും മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന ആശങ്ക, അതായത് ഇറാനിൽ ഒരു അനിശ്ചിതാവസ്ഥ അവിടെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട്.